സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ നില ഗുരുതരമായി തുടരുന്നു. ആരോഗ്യനില സംബന്ധിച്ച് മെഡിക്കൽ ബുള്ളറ്റിൻ 11 മണിയോടെ പുറത്തിറങ്ങിയേക്കും. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ അതിതീവ്ര പരിചരണ വിഭാഗത്തിലാണ് നിലവിൽ MT. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ലിബീഷ്, നമ്മൾ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചു. പ്രത്യേകിച്ച് ഡോക്ടർമാരുമായി സംസാരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം MT വാസുദേവൻ നായർ മരുന്നുകളോട് നേരിയ നിലയിൽ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. എങ്കിൽ കൂടിയും ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഇല്ല എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ആശാവഹം എന്ന് പറയാൻ സാധിക്കില്ല. വിശദമായ മെഡിക്കൽ ബുള്ളറ്റിൻ രാവിലെ 11 മണിയോടുകൂടിയാണ് ആശുപത്രി പുറത്തിറക്കുക. ആ മെഡിക്കൽ ബുള്ളറ്റിൻ കൂടി പുറത്തു വന്നാൽ മാത്രമാണ് കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുക. ഡോക്ടർമാരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് ലഭിച്ച വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവയ്ക്കുന്നത്. കാരണം എല്ലാവരും MTയുടെ ഒരു തിരിച്ചുവരവിനായി പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയാണ് കേരളം മുഴുവൻ. അതുകൊണ്ട് തന്നെ MTയുടെ ആരോഗ്യനിലയിലുള്ള ഒരു ചെറിയ പുരോഗതി പോലും നമുക്ക് പ്രേക്ഷകരെ അറിയിക്കേണ്ടതുണ്ട് എന്നുള്ളതൊരു ബാധ്യതയാണ്. കാരണം അദ്ദേഹം മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്തതാണ്. അങ്ങനെയുള്ള ഒരു മഹാനായ ഒരു എഴുത്തുകാരൻ. അദ്ദേഹം ആരോഗ്യാവസ്ഥ വലിയ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ മരുന്നുകളോട് നേരിയ നിലയിൽ മാത്രമാണ് പ്രതികരിച്ചു തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ആ നേരിയ നിലയിൽ പ്രതികരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ഈ 24 മണിക്കൂറിനിടെ ഉണ്ടായ ഒരു നല്ലൊരു പുരോഗതി തന്നെയാണ്. നല്ലൊരു പുരോഗതി എന്ന് പറയുന്നത് പോസിറ്റീവായ ഒരു പ്രതികരണം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് MT വാസുദേവൻ നായരെ ശ്വാസതടസ്സത്തെ തുടർന്ന് ഇവിടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനിടെ ഹൃദയസ്തംഭനമുണ്ടായതായി ഇന്നലെ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിലുള്ള ഒരു പുരോഗതി കൂടി പെട്ടെന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാൻ മാത്രമാണ് ഈ ഘട്ടത്തിൽ കഴിയുക. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി കഴിയുകയാണ്. ലഭിഷ്, റിയാസ്, ആശുപത്രിയിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്? ഇന്നലെ ഒരുപാട് പേർ അദ്ദേഹത്തെ സന്ദർശിക്കാനൊക്കെ എത്തിയിരുന്നു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഭാര്യ സരസ്വതി, മകൾ അശ്വതി, ഒപ്പം തന്നെ അശ്വതിയുടെ ഭർത്താവ് ശ്രീകാന്ത്, മകൻ മാധവ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തോട് ഒപ്പമുണ്ട്. മറ്റ് അവരുടെ അടുത്ത ബന്ധുക്കൾ ഒക്കെയുണ്ട്. അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ ഒക്കെയാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. ഇന്നലെ സന്ദർശനത്തിന് എത്തിയതുപോലെ പൊതുമണ്ഡലത്തിൽ നിന്നുള്ള ആളുകൾ ഇപ്പോൾ കാരണം ഇന്നിപ്പോൾ നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ, പ്രഭാതം തുടങ്ങിയതേ ഉള്ളൂ. ഇനി അടുത്ത മണിക്കൂറുകളിൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ MTയെ കാണാൻ എത്തിയേക്കുമെന്നുള്ള സൂചനകളുണ്ട്. മന്ത്രി PA മുഹമ്മദ് റിയാസ് ജില്ലയിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. MTയുടെ ആരോഗ്യ അവസ്ഥ ഗുരുതരമായ നിലയിൽ തുടരുന്ന സാഹചര്യത്തിൽ അത് വിലയിരുത്താൻ വേണ്ടി മന്ത്രി PA മുഹമ്മദ് റിയാസ് ജില്ലയിൽ തുടരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റു ജില്ലകളിലെ പരിപാടികളെല്ലാം തന്നെ റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ മന്ത്രിയും ഒപ്പം തന്നെ മറ്റു മന്ത്രിമാരായിട്ടുള്ള AK ശശീന്ദ്രനും J ചിഞ്ചുറാണിയും ഇവിടെ എത്തിയിരുന്നു. ഒപ്പം മുതിർന്ന നേതാക്കൾ MLA മാരായ ഡോക്ടർ MK മുനീറും തോട്ടത്തിൽ രവീന്ദ്രനും CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും അടക്കമുള്ള സംവിധായകൻ ഹരിഹരൻ, നടൻ വിനീത് ഉൾപ്പെടെയുള്ള MN കാരശ്ശേരി, MM ബഷീർ തുടങ്ങിയ സാംസ്കാരിക പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ ഇന്നലെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് കുടുംബത്തെ ആശ്വസിപ്പിക്കാനും നിരവധി പേർ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ ഫോണിൽ വിളിച്ച് MTയുടെ മകൾ അശ്വതിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിവരങ്ങൾ അദ്ദേഹം തിരക്കിയിരുന്നു. അദ്ദേഹം എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ആശംസിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും അതുപോലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇവിടെ ആശുപത്രിയിലേക്ക് സന്ദർശനത്തിനായി എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെത്തുമ്പോഴേക്കും നല്ലൊരു ശുഭവാർത്ത ഉണ്ടാകട്ടെ, അതായത് MTയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രത്യാശിക്കാൻ സാധിക്കുക. ലബീഷ്, പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ് കേരളം. വിവരങ്ങൾ നൽകുകയാണോ റിയാസ് KMR.